സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിലെ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് നേരെ ഗൈഡുമാർ തുടരുന്ന പീഡനം മൂലം ഗവേഷണം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടുന്നതായി കണക്കുകൾ. ഗൈഡുമാരുടെ പീഡനം അവസാനിപ്പിക്കാൻ ട്രൈബ്യൂണൽ സ്ഥാപിക്കണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പ്. റാഗിങ്ങിന് സമാനമായ നിയമനിർമ്മാണം എന്ന ഗവേഷണ വിദ്യാർത്ഥികളുടെ ആവശ്യവും ഇതുവരെയും യാഥാർത്ഥ്യമായിട്ടില്ല. സംസ്ഥാനത്തെ ഗവേഷണ വിദ്യാർത്ഥികൾ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ദിനമാണ് 2012 ജനുവരി 18. കേരള സർവകലാശാല അക്വാറ്റിക് ബയോളജി ഗവേഷണ വിദ്യാർത്ഥിയായിരുന്ന തിരുവനന്തപുരം മുട്ടട സ്വദേശി രശ്മി ആർ നായർ ആത്മഹത്യ ചെയ്ത ദിനമാണിത്. രശ്മിയുടെ മരണം ഗൈഡിന്റെ മാനസിക പീഡനം മൂലമാണെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചിരുന്നു. രശ്മിയുടെ മരണത്തോടെ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഗൗരവ സ്വഭാവം വന്നു. രശ്മിയുടെ മരണത്തിന് മുൻപും പിൻപും ഗൈഡുമാരുടെ പലവിധ പീഡനങ്ങൾ വിദ്യാർത്ഥികൾ പരസ്യമായും രഹസ്യമായും പുറത്തു പറഞ്ഞു. ഗൈഡുമാരെ നിയന്ത്രിക്കാനും ഗവേഷണത്തിന് ജനാധിപത്യ സ്വഭാവം കൈവരുത്താനും സർക്കാർ സമിതി പ്രഖ്യാപിച്ചു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും രശ്മിയെ ആത്മഹത്യയിലേക്ക് നയിച്ച പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമായിട്ടില്ലെന്ന് കേരള സർവകലാശാല റിസർച്ച് സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാൻ വി അജേഷ് പറയുന്നു. ഗവേഷക വിദ്യാർത്ഥിയുടെ ഗവേഷണ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ പോലും തയ്യാറാവാത്ത ഗൈഡുമാർ അവസാനം തൻ്റെ താല്പര്യത്തിന് വഴങ്ങാത്ത ആളുകളെ ദ്രോഹിക്കുന്ന നടപടികൾ നിരവധിയായിട്ട് സർവകലാശാലകൾക്കകത്ത് ഉണ്ടാവുന്നുണ്ട്. ഗൈഡുമാരുടെ മാനസിക പീഡനം മൂലം വിദ്യാർത്ഥികൾക്ക് ഇടയ്ക്ക് വെച്ച് ഗവേഷണം അവസാനിപ്പിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോഴും ഉള്ളതെന്ന് ആരോപണമുണ്ട്. കേരളത്തിലെ സർവകലാശാലകളിൽ ഒരു വർഷം രജിസ്റ്റർ ചെയ്യുന്ന ഗവേഷകരുടെ എണ്ണവും കേരളത്തിലെ സർവകലാശാലകളിൽ നിന്ന് ഒരു വർഷം പുറത്തു വരുന്ന പ്രബന്ധങ്ങളുടെ എണ്ണവും പരിശോധിച്ചാൽ ഓരോ വർഷവും രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഗവേഷകരുടെ അനുപാതത്തിന് തുല്യമായി ഗവേഷണ പ്രബന്ധങ്ങൾ പുറത്തു വരുന്നില്ല എന്ന് കാണാം. ഗവേഷണ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ട്രിബ്യൂണൽ സ്ഥാപിക്കുക, ആരോപണ വിധേയരാകുന്ന ഗൈഡുമാർക്കെതിരെ റാഗിങ്ങിന് സമാനമായ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുക തുടങ്ങിയ നടപടികൾ അടിയന്തരമായി സ്വീകരിച്ച് ഗവേഷണ അക്കാദമിക രംഗം സമ്പുഷ്ടമാക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.